ഉമ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ വലിയൊരു അന്തർദേശീയ വാർത്തയുമായിട്ടാണ് ഉമ എത്തിയിരിക്കുന്നത്. എല്ലാവരും തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒന്നായിരുന്നു അലാസ്ക ഉച്ചകോടി. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ 6 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉച്ചകോടിയിൽ അമേരിക്കയും റഷ്യയും ഇങ്ങനെ മുഖാമുഖം ഇരുന്ന് സംസാരിക്കുകയും ഇത്തരത്തിലൊരു സമവായ ചർച്ചയൊക്കെ നടത്തുകയും ചെയ്യുന്നത്. എന്താണ് ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി പറഞ്ഞ പോലെ തന്നെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഉച്ചകോടിയായിരുന്നു അലാസ്ക ഉച്ചകോടി. നീണ്ട ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷവും ധാരണയിലെത്താതെ ആണ് ചർച്ച അവസാനിക്കുന്നത്. 6 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നിട്ട് പോലും ഒരു തരത്തിലുള്ള വ്യക്തമായ മറുപടി ട്രംപിൻ്റെയും പുടിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നതാണ്. 6 മണിക്കൂർ നീണ്ട ചർച്ച കഴിയുമ്പോൾ ഇരുവരും പ്രതികരിച്ചെങ്കിലും വ്യക്തമായ ഒരു പ്രതികരണം ട്രംപിൻ്റെയും പുടിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായില്ല. ട്രംപിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: പല കാരണങ്ങളിലും ധാരണ എത്തിയെങ്കിലും അതൊരു അന്തിമ കരാറിൽ എത്തിയില്ല എന്നായിരുന്നു. ഇനി നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കുമെന്നും എന്നിട്ടായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവും എന്നാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. പുടിൻ യുക്രൈൻ സഹോദര രാജ്യമാണെന്നും സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നുമാണ് പുടിൻ പറഞ്ഞത്. അതേസമയം ഇന്ത്യയും ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ഉച്ചകോടിയായിരുന്നു ഇത്. അമേരിക്ക ഇന്ത്യക്ക് 25% തീരുവയ്ക്ക് പുറമെ വീണ്ടും ഒരു 25% തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യക്കും ഇതൊരു പ്രതീക്ഷയോടെയുള്ള ഒരു ഉറ്റുനോക്കൽ തന്നെയായിരുന്നു. എന്നാൽ ഉച്ചകോടിക്ക് ശേഷം വ്യക്തമായ ഒരു മറുപടി ഇരുപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സിന്ധൂരി, അതായത് ഉമ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ നിന്നും പിന്നോട്ട് പോയാൽ എങ്കിൽ മാത്രമേ ഈ ഒരു തീരുവയിൽ നമുക്കൊരു കുറവുണ്ടാകൂ എന്നായിരുന്നു ട്രംപിൻ്റെ ഒരു ഭീഷണി. അപ്പോൾ ആ ഒരു ഭീഷണി എങ്ങനെ പോകും? ഇതിൻ്റെ ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ സമവായത്തിലായാൽ അത് നമ്മുടെ ബന്ധത്തെ ഒരു നല്ല രീതിയിൽ മാറ്റുമോ ബാധിക്കുമോ എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ സംശയം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സിന്ധൂരി, ഒരു വ്യക്തമായ ഒരു പ്രതികരണം നൽകാത്ത സാഹചര്യത്തിൽ അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു നാറ്റോ ഉച്ചകോടി അല്ലെങ്കിൽ ഈ ഒരു അലാസ്ക ഉച്ചകോടിയിൽ ഉമ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ അമേരിക്കയും റഷ്യയും തമ്മിലൊരു സമവായത്തിലെത്തുന്നു. അങ്ങനെ ഉക്രൈൻ വെടിനിർത്തലാണ് ലക്ഷ്യമെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ഇവരുടെ തമ്മിലുള്ള ബന്ധം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ ഒരു പ്രതീക്ഷ, ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകണമെങ്കിൽ അത് അമേരിക്കയും റഷ്യയും മാത്രം ചർച്ച ചെയ്യുന്ന ഒന്നല്ലല്ലോ. അവിടെ ഉക്രൈൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഈ ഒരു ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ ഉമ? ഇപ്പോൾ യുക്രൈനൊരു സഹോദര രാജ്യമാണെന്നായിരുന്നു പുടിൻ്റെ പ്രതികരണം. പക്ഷേ കരാറിന് ശേഷം ഒരു വ്യക്തത വരുത്താൻ ഇരുപക്ഷങ്ങളും തയ്യാറാവാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് നാറ്റോ രാജ്യങ്ങൾ കൂടിയുള്ള ചർച്ചകൾക്ക് ശേഷം വേണം നോക്കാൻ.